സ്വിഫ്റ്റ് ഡിസയറിൻ്റെ ഇലക്ട്രിക് മിറർ എങ്ങനെ വീഡിയോ ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പം ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ലോക്ക് പോയി. ഇതിപ്പോൾ ഫോൾഡിങ് ലോക്കായിരുന്നു. അപ്പം ഓട്ടത്തിലൊക്കെ ഗട്ടറിലൊക്കെ ചാടുമ്പോഴത്തേന് മിറർ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആവും. അപ്പോൾ എപ്പോഴും ഗ്ലാസ് അകത്ത് നമ്മളെപ്പോഴും അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം, പിന്നെ പൊസിഷനിലേക്ക് വെക്കാൻ. അപ്പോൾ ഈ മിറർ അഴിക്കുന്നത് ഈ ക്യാപ്പ് നമുക്ക് ക്ലിപ്പ് റിമൂവർ വെച്ചിട്ട് ഊരി 10 mm 3 ബോൾട്ടാണ് വരുന്നത്. മിറർ വണ്ടിയുടെ ഡോറിൽ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ബോൾട്ട് വെച്ചിട്ടാണ്. പിന്നെ വയർ നമുക്ക് അതിന് മുമ്പ് റിമൂവ് ചെയ്യണം. അത് ഡോർപാഡിനുള്ളിലേക്ക് പോയിരിക്കുന്നുണ്ട്. ഡോർപാഡ് നമുക്ക് അഴിക്കണം. ഡോർപാഡ് അഴിക്കാനായിട്ട് 2 സ്ക്രൂ വരുന്നുണ്ട് ഡോർപാഡിൽ. ഒന്ന് ആംറസ്റ്റ് വെക്കുന്നതിൻ്റെ അവിടെ, ഒന്ന് നമ്മൾ ലോക്ക് തുറക്കുന്ന ഹാൻഡിലിൻ്റെ അവിടെയും വരുന്നുണ്ട്. അവിടെ ഒരു ക്യാപ്പ് ഉണ്ട്, ആ ക്യാപ്പ് വരണം. ആൻഡ് നമുക്ക് റിമൂവ് ചെയ്ത് ബാക്കിയെല്ലാം ക്ലിപ്പാണ്, ക്ലിപ്പ് ഊരി എടുക്കാവുന്നതാണ്. ഇപ്പം സ്ക്രൂ ഹാൻഡിലിൻ്റെ അവിടെ വരുന്നത് റിമൂവ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഒരു സ്ക്രൂവും കൂടെ താഴേക്ക് വരും. ആ സ്ക്രൂ ഊരിക്കഴിഞ്ഞ് മൊത്തത്തിൽ ഒരു ക്ലിപ്പും കൂടെ സൈഡിലേക്ക് വരുന്നതാണ്. പക്ഷെ ഞാൻ ആ കാര്യം ഊരുന്ന വഴിക്ക് മറന്നുപോയി. അത് ഡോർപാഡ് ഊരിയെടുത്തപ്പോഴാണ് ക്ലിപ്പ് പൊട്ടിപ്പോയത്. ഇത് ക്ലിപ്പ് പൊട്ടിത്തെറിച്ച് പോകേണ്ട എക്സ്പ്രഷനാണ്. ഇനി ബാക്കി ക്ലിപ്പുകളെല്ലാം ഊരിയിട്ട് ഡോർപാഡ് നേരെ മുകളിലേക്ക് പൊക്കി കഴിഞ്ഞാൽ നമുക്ക് ഡോർപാഡ് ഊരിയെടുക്കാവുന്നതാണ്. ആ ഹാൻഡിൽ ഡോർപാഡ് പൊക്കുന്ന കൊടുത്തുള്ള ഹാൻഡിൽ ഓപ്പൺ ആക്കി പിടിച്ചിട്ട് അതും പുറത്തേക്ക് തള്ളി വരണം. എന്നാൽ ക്ലിയറായിട്ട് ഡോർപാഡ് നമുക്ക് ഊരിയെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ക്ലിപ്പുകളെല്ലാം ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിക്കണം. ഞാനൊരു ക്ലിപ്പ് ശ്രദ്ധിക്കാൻ വിട്ടുപോയി, അത് പൊട്ടിപ്പോയി. ഇപ്പോൾ വേറെ ക്ലിപ്പ് ഇനി വാങ്ങിച്ചിടണം. അപ്പം ഇങ്ങനെയാണ് ഡോർപാഡ് റിമൂവ് ചെയ്യേണ്ടത്. ഇത് 5 വയറുള്ള മിററാണ് വരുന്നത്. ഇതല്ലാതെ പിന്നെ 7 വയറുള്ള വരും. അത് ഓട്ടോ ഫോൾഡുള്ള. ഇത് ഓട്ടോ ഫോൾഡ് ഇല്ലാതെ നോർമൽ അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രമുള്ള. ഇതിന് 5 വയറാണ് വരുന്നത്. മിറർ ഊരാനായിട്ട് ഈ 3 നട്ട് നമുക്ക് ലൂസ് ചെയ്തിട്ട് ഊരിയെടുക്കണം. ഇതാ പഴയ മിറർ നമ്മൾ മാറ്റുന്ന ഇതുകൊണ്ടാണ് ഇതിൻ്റെ ലോക്ക് ഒടിഞ്ഞിരിക്കുകയാണ്. ഇത് ഒടിഞ്ഞിട്ടവർ ഏതാണ്ടൊക്കെ വെച്ച് ഒട്ടിച്ചൊക്കെ വെച്ചിരിക്കുകയായിരുന്നു നേരത്തെ. പുതിയ മിറർ നമ്മൾ സെക്കൻഡ് എടുക്കുന്നിടത്ത് നിന്ന് വാങ്ങിച്ചതാണ്. ഇത് 5 വയറിൻ്റെ തന്നെയാണ്. ഓട്ടോ ഫോൾഡിങ് ഇല്ലാത്ത അഡ്ജസ്റ്റബിൾ മാത്രം വരുന്നത്. ഇതിൽ ഫുള്ള് കരിയൊക്കെ പറ്റിയിരിക്കുകയാണ്. യൂസ്ഡ് പാർട്സ് ആയതുകൊണ്ട് ഇത് ഇനി ക്ലീൻ ചെയ്തെടുക്കണം. ക്ലീനർ മൾട്ടിപർപ്പസ് ക്ലീനറാണ്. ക്ലീനർ കുറച്ച് അടിച്ചു വെക്കുക. അത് അടിച്ചു വെച്ചിട്ട് ഒരു കുറച്ച് നേരം കഴിയുമ്പോഴത്തേന് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. ക്ലീൻ ചെയ്ത് മിറർ നമുക്ക് പിടിപ്പിക്കാം. കറക്റ്റ് ഈ ഹോളിൽ കൂടെ ഇടുക. 3 ബോൾട്ടുകൾ വരുന്നുണ്ട്. 3 ഹോളും ഇതുപോലെ അലൈൻ ചെയ്തെടുക്കാം. കറക്റ്റ് ഫിറ്റാണ്. ഹോള് കറക്റ്റ് അലൈൻ ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിടുക. നമുക്ക് ഊരിയ നട്ട് തിരിച്ചിടാം അതിലേക്ക്. ലോക്കായിട്ടുണ്ട്. ഇനി നമുക്ക് മിറർ വർക്കിംഗ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. വണ്ടി ഓൺ ചെയ്തിട്ട് മിറർ അഡ്ജസ്റ്റ് ചെയ്തു.
ഓക്കെ, മിററിൻ്റെ സെറ്റിങ്സ് എല്ലാം ഓക്കെയാണ്. അപ്പോൾ അഴിച്ചപ്പോഴാണ് നമ്മൾ നോക്കിയപ്പോൾ ഡോർ പാഡിൻ്റെ ഇവിടെ എല്ലാം ചെളിയാണ്. അതുകൂടെ നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാം. സെറ്റ് ചെയ്ത് ഡോർ പാഡ് നമ്മൾ തിരിച്ചു പിടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ക്യാപ്പും തിരിച്ചിട്ടു. അപ്പം മിറർ നമുക്ക് കറക്റ്റ് വർക്കിംഗ് ആണ്. ഫോണിൽ കിടക്കുന്നത് മിറർ നോക്കുമ്പോഴത്തേന് മിറർ വർക്കിംഗ് ആയിട്ടുണ്ട്. അത് നേരത്തെ നമുക്ക് ഇങ്ങനെ ക്ലോസ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു, അതിൻ്റെ ലോക്ക് ഒടിഞ്ഞിരിക്കുകയായിരുന്നു. ഇപ്പം ഓക്കെ, സെറ്റായിട്ടുണ്ട്. പിന്നെ നമ്മൾ മിററിൽ നോക്കിയപ്പോഴാണ് ഈ മിററിൻ്റെ ഈ എൻഡിലെല്ലാം ഈ ബ്ലാക്കായിട്ട് ഇങ്ങനെ ഫെയ്ഡായി പോകുന്നുണ്ട്. അപ്പോൾ അത് ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കാം റെഡിയാകുമോ എന്ന്. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പഴയതിൻ്റെ മിറർ എടുത്ത് മാറ്റി വെക്കണം. നമ്മൾ മിറർ പഴയത് ഊരി എടുത്തിട്ടുണ്ട്. മറ്റേനേക്കാളും കുറച്ചുകൂടെ നല്ലത് ഈ മിററാണ്. ഊരി എടുത്തു. ഇത് നമ്മുടെ പഴയ മിററാണ്. ഇതാണ് ഫിറ്റ് ചെയ്ത മിററിലുള്ള ഗ്ലാസ്. ഇത് ഊരി വെച്ചിട്ട് നമ്മൾ ഇത് തിരിച്ചു പിടിപ്പിക്കാൻ പോവാം. നോക്കിയപ്പോഴത്തന്നെ ഇതിൻ്റെ അകത്തെല്ലാം അവിടെ പൊടിയാണ്. ഇതാണ് അതിൻ്റെ 3 കണക്ഷൻ വരുന്നത്. മിറർ നമ്മൾ ഇതിലേക്ക് പ്രസ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെ ഇരിക്കും. ഇതിലേക്കാണ് നമ്മൾ മിറർ പ്രസ് ചെയ്ത് വെക്കുന്നത്. നമുക്കിത് പെട്ടെന്ന് ക്ലീൻ ചെയ്യാം. പഴയ അകത്തെ ഗ്ലാസ് നമ്മൾ മാറ്റിയിട്ട് നമ്മൾ പുതിയ ഗ്ലാസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പഴയ ഗ്ലാസ്സാണ് കുറച്ചുകൂടെ നല്ലത് മിററിൻ്റെ അകത്തെ. അതുകൊണ്ട് അത് മാറ്റി നമ്മൾ സെറ്റ് ചെയ്തു. അങ്ങനെ വീട്ടിൽ വെച്ച് എങ്ങനെ മിറർ മാറാം എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കിയത്. ഇതിൻ്റെ പുറകിലെ ലൈറ്റുണ്ട്, അത് വർക്ക് ചെയ്യുന്നുണ്ടോയെന്ന് നമുക്ക് നോക്കാം. അതും വർക്ക് ചെയ്യുന്നുണ്ട്. മിറർ നമ്മൾ ടോട്ടലി ക്ലീൻ ചെയ്തെടുത്തു. എന്നാലും കുറച്ച് ക്ലീൻ ചെയ്യാനുണ്ട്. ഈ പീസ് പിന്നെ നമ്മുടെ അപ്പുറത്തെ മിററിൽ വരുന്നത് ബ്ലാക്കാണ്. അപ്പം പഴയതിലിരിക്കുന്ന ബ്ലാക്ക് തന്നെ ഊരി ഇതിലേക്ക് ഇടാനാണ് പ്ലാൻ. മിററിൻ്റെ താഴെ വരുന്ന ഈ ട്രിം നമ്മൾ വൈറ്റ് മാറ്റി ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ വണ്ടിയുടെ 2 സൈഡിലും ബ്ലാക്ക് തന്നെയാണ് വരുന്നത്. അത് പിന്നെ എപ്പോഴും രണ്ടും കൂടെ വൈറ്റ് ആക്കാൻ പറ്റുന്ന ടൈമിൽ മാറ്റി രണ്ടും കൂടെ വൈറ്റ് ആക്കും. അപ്പം മിറർ നമുക്ക് എങ്ങനെ സിമ്പിളായിട്ട് വീട്ടിൽ വെച്ച് തന്നെ മാറ്റാം എന്നുള്ള വീഡിയോ ആയിരുന്നു. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.